കർത്താവിൽ വാത്സല്യമുള്ളത്. 50-ാം പെരുന്നാൾ എന്ന് അറിയപ്പെടുന്ന ഈ പെന്തിക്കോസ്തി എന്ന മഹാ തിരുനാളിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ നാമത്തിലുള്ള മഹനീയമായ ആരാധനയാണ് നടക്കുക. യേശുക്രിസ്തുവിൻ്റെ മാമോദീസായിൽ പരിശുദ്ധ തൃത്വം വെളിവായി എന്നാണല്ലോ നമ്മൾ അറിയുന്നത്. തൃത്വത്തെ അറിയുകയും ധ്യാനിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടതാണ്. സമാധികാരമുള്ള ഗ്രൂമാകളാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ആളത്വങ്ങൾ. ഏകദൈവം, 3 വ്യക്തിത്വങ്ങൾ, ഏകസാരാംശം. ഇങ്ങനെ അടിവരയിട്ട സഭ തൃത്വത്തെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. തൃത്വത്തിൽ 3-ാമത്തെ പ്രകാശമാകുന്ന പരിശുദ്ധ റൂഹ കർത്താവിൻ്റെ ശ്ലീഹന്മാരുടെ മേൽ മുൻ വാഗ്ദാനപ്രകാരം ഇറങ്ങി ആവസിച്ചു. അത് വലിയൊരു തിരുനാളും സഭയുടെ തുടക്കമായ വലിയ ആഘോഷനാളുമാണ്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ വിധിപ്രസ്താവന ഉണ്ട്. മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ളതാണത്. ഇനിയും എൻ്റെ ആത്മാവ് മനുഷ്യനിൽ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അത് വളരെ ദുഃഖകരമായ ഒരു വിധിയായിരുന്നു എങ്കിൽ ആ വിധിക്ക് അഴിവുണ്ടാക്കിയതും വിധിനായകൻ തന്നെ. അതിൻ്റെ സൂചന പലയിടത്തും കാണാം. പ്രധാനമായി യോവേൽ പ്രവചനത്തിലും. യോവേൽ പ്രവാചകൻ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അന്ത്യനാളിൽ സകലത്തിന്മേലും സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, അയക്കുമെന്ന്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മനസ്സെന്താണെന്ന് നമുക്ക് ഏകദേശം ബോധ്യം വരിക. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അദ്ദേഹം ജീവൻ കൊടുക്കുന്നവനാകുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും. അതോടൊപ്പം സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പിതാവിൽ നിന്ന് പുറപ്പെടുകയും പുത്രനിൽ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നവൻ എന്നത് യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്. അത് മാറ്റാൻ ആർക്കും അവകാശമില്ല. ഇത് റൂഹായെക്കുറിച്ച് അദ്ദേഹം ആശ്വസിപ്പിക്കുന്നവനാണ്, ജീവൻ നൽകുന്നവനാണ്, എല്ലാ നന്മയുടെയും ഉറവിടമാണ്. കല, സാഹിത്യം ആദിയായതിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രചോദനം പരിശുദ്ധാത്മാവാണ്. എല്ലാത്തിനും പുതുമ നൽകുന്നവൻ പരിശുദ്ധ റൂഹായാണ്. ഇങ്ങനെയൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നു. എവിടെ നന്മയുണ്ടോ അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലാതെ യേശുമിശിഹ കർത്താവ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയാൻ സാധ്യമല്ല എന്ന് സെയിൻറ്റ് പോൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കം ശ്ലീഹന്മാരുടെ മേലുണ്ടായി, സഭയുടെ മേൽ ഉണ്ടായി. വിശുദ്ധ മാമോദീസായിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു എങ്കിലും ഈ ആഴ്ചയിലെ ഒരുക്കനാളിലെ പ്രാർത്ഥനകൾ പറയുന്നു, എങ്കിലും ഞങ്ങളത് വേണ്ടതുപോലെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വർഷം തോറും ഇതിൻ്റെ ഒരു പുതുക്കം, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം, അതിൻ്റെ പുതുക്കം, അതിനുവേണ്ടി ഈ ശുശ്രൂഷ നമ്മൾ നടത്തുന്നത്. വേണ്ടവണ്ണം നമ്മൾ അറിയുന്നില്ല പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിലെ ആ പ്രസ്താവന ഏറെ ചിന്ത്യമാണ്. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് എന്നാളും ഇങ്ങനെ വാദിച്ചു കൊണ്ടിരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മൂവ്മെൻ്റാണ്, അവിടെ സംസാരമുണ്ട്. വാദിക്കുക എന്നുള്ളതിൻ്റെ മലയാളത്തിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. മൂലഭാഷ അല്പം വ്യത്യാസമുണ്ട് ആ പരിഭാഷയ്ക്ക് എങ്കിലും. അപ്പോൾ വലിയ ഡൈനമിക്കാണ് ഹോളി ട്രിനിറ്റിക്കകത്തുള്ള ബന്ധങ്ങൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹബന്ധം, സ്നേഹത്തിൻ്റെ ഐക്യം, അത് ചലനാത്മകമാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും മകുടം ചൂടുന്നവൻ പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് സഹൃദയന്മാരെ കിരീടം ധരിപ്പിക്കുന്നവൻ എന്നൊരു പ്രയോഗം ഉണ്ടായിരിക്കുന്നതും. പെന്തക്കോസ്തി നാളിൽ പരിശുദ്ധ റൂഹ
ശ്ലീഹന്മാരുടെ മേൽ ഇറങ്ങിയത് അവർ നേരിട്ട് കണ്ടത്. അവരുടെ മേൽ മാത്രം ആ കൂട്ടത്തിന്മേൽ ഇറങ്ങിയപ്പോൾ അവർ കണ്ടത് അഗ്നി, പിളർന്നിരിക്കുന്ന നാവ്, അതിനകമ്പടിയായി വലിയ കോലിളക്കവും ശബ്ദവും ഇടിമിന്നലുമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ മേൽ ആവശ്യിച്ച 2 രൂപങ്ങൾ, ഒന്ന് അഗ്നി, രണ്ടാമത്തേത് വാക്ക്, പിളർന്നിരിക്കുന്ന നാവ്. ഈ 2 കാര്യങ്ങൾ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അഗ്നി അത് കത്തിച്ചു കളയുന്നതാണ്, ചൂട് തരുന്നതാണ്, ശുദ്ധീകരിക്കുന്നതുമാണ്. അതാണ് അഗ്നിയുടെ സ്വഭാവം. വാക്ക് അവർക്ക് നൽകപ്പെട്ടു. വിദ്യാവിഹീനരായിരുന്ന അപ്പോസ്തലന്മാർക്ക് 11 പേർ, 12ാമത്തെ ആളിനെയും അവർ ചേർത്തിരുന്നു. അതിനു മുമ്പ് മത്ഥിയാസിനെ. അവർ വലിയ വിശാരദരോ സംസാരിക്കാൻ കഴിവുള്ളവരോ വാഗ്വിലാസമുള്ളവരോ വാഗ്മികളോ ഒന്നുമായിരുന്നില്ല. എന്നാൽ അവർക്ക് ഭാഷയുടെ നൽവരം, വാക്ക് അക്ഷരം എന്നാൽ അനശ്വരമെന്നർത്ഥം. ഭാഷയും നൽകപ്പെട്ടു, അഗ്നിയും നൽകപ്പെട്ടു. ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഭാഷ. ഭാഷ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിലെ ആശയങ്ങൾ മറ്റാളുകളെ ധരിപ്പിക്കാൻ ശ്രമിക്കും. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ഭാഷ 2 കൂട്ടരും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ പലർക്കും പല ഭാഷ അറിയാമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാതെ പോകുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ബാബേലിലെ കഥ വായിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഭാഷ കലങ്ങും. അതിനെയാണ് ബാബേൽ എന്ന് പറയും. അപ്പോൾ അതിനൊക്കെ അഴിവുണ്ടായത് പെന്തക്കോസ്ത് നാളിലാണ്. അപ്പോസ്തലന്മാർക്ക് ഏത് ഭാഷയും മനസ്സിലാകും. അവർ പറഞ്ഞാൽ ഏത് ഭാഷക്കാർക്കും മനസ്സിലാകും. ഗ്ലോസാലാലിയ എന്നൊക്കെ പറഞ്ഞ് ഇക്കാലത്ത് ഒത്തിരി ബഹളം ഉണ്ടാക്കുന്നത് അവ്യക്തമായ ശബ്ദങ്ങൾ അല്ല എന്നവർ പറഞ്ഞത്. വളരെ സുവ്യക്തമാണ്, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭൂമിയിലുള്ള ഭാഷയൊക്കെയാണ് അവർ പറഞ്ഞത്. ക്ലിയർ അല്ലാത്ത യാതൊരു വാക്കും അവർ പറഞ്ഞില്ല. അവിടെ ഷൂ 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 എന്നും പറഞ്ഞൊന്നും പറഞ്ഞില്ല. അവർ പറഞ്ഞത് പല നാടുകളിൽ നിന്ന്, പല ലാംഗ്വേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർക്ക് മനസ്സിലായി. അതായിരുന്നു അത്ഭുതം. അതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം. ഇന്ന് തെറ്റായി നമ്മൾ പറയും, അപ്പോൾ പെന്തക്കോസ്ത് ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഉടനെ ഭാഷ എന്തോ പറയും. എന്നാൽ വേദപുസ്തകം പറയുന്നത് ഭാഷ എന്നുള്ളവരുണ്ട്. അതിതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകണം, മനുഷ്യർക്ക് ആർക്കും മനസ്സിലാകണം. അതാണ് ഭാഷയുടെ ഗുരുത്വവും മഹത്വവും. അതോടൊപ്പം ഇന്ന് വായിച്ചു കേട്ടതാണ്, പൗലോസ്ലീഹ പരിശുദ്ധാത്മ നൽവരമുള്ള ആളായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇതാണ് അതിൻ്റെ അർത്ഥം. ഒരാൾക്ക് പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം? എങ്ങനെയാണ് തിരിച്ചറിയുക നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ട് എനിക്കുണ്ടെന്ന്? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 9 കാര്യങ്ങൾ നോക്കിക്കൊള്ളണം. അതാണ് ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം എന്നിങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ലക്ഷണം. അല്ലാത്തതൊന്നുമല്ല, തുള്ളിച്ചാടുന്നതല്ല. പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ആത്മനിർഭയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചേക്കാം. എന്നാൽ മനുഷ്യൻ നോക്കേണ്ടത്, ദൈവം നോക്കേണ്ടത് ഈ ഗുണങ്ങളുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്ന് പറയുന്ന സെൽഫ് കൺട്രോൾ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ദെൻ യു ഹാവ് ദ ഹോളി സ്പിരിറ്റ് എന്ന് മാത്രമേ. പരിശുദ്ധാത്മ നിറവും ഭാഷാ നൽവരവും, വിവിധ ഭാഷ അറിയാവുന്നവരാ സെയിൻറ്റ് പോൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മൾ മറന്നു പോകാതെ ഇരിക്കട്ടെ. ഇന്ന് പരിശുദ്ധ സഭ ഈ വലിയ തിരുനാൾ വളരെ ആഘോഷമായിട്ടാണ് നടത്തുന്നത്. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഇറക്കം വലിയൊരു ആഘോഷമായിരുന്നു. എങ്കിൽ നമ്മൾ ആ സമയത്ത് താഴെ വീണ് പ്രാർത്ഥിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഞായറാഴ്ച കുമ്പിടാൻ പാടില്ല, പിന്നെ എന്തിനാ പെന്തക്കോസ്ത് നാൾ കുമ്പിടുന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കും. കുമ്പിടുന്നതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ ഈ ഭൂമിയോളം താഴുന്നു, വിനയപ്പെടുന്നതിനാൽ ഞങ്ങൾ ഉയരും. അവൻ്റെ ബലമുള്ള കൈക്കീഴ് അമർന്നിരിപ്പീൻ, അവൻ നിങ്ങളെ ഉയർത്തും. അത് കുമ്പിടലിൻ്റെ ഒരർത്ഥമാണല്ലോ. ഞങ്ങൾ തെറ്റുകാരാണ്, കുറ്റക്കാരാണ് സമ്മതിച്ച് ഞങ്ങൾ താഴെ വീണ് വണങ്ങും, താഴെ വീണ് നമസ്കരിക്കുന്നു, വണങ്ങും. ഈ ശുശ്രൂഷയിൽ അത് 3 പ്രാവശ്യം നമ്മൾ പിതാവിൻ്റെ നാമത്തിലും പുത്രൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും 3 ശുശ്രൂഷകളിലും ഇങ്ങനെ നിലത്ത് വീണ് എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുന്നതുണ്ട്. അത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ,
ലോകം മുഴുവനും വേണ്ടി, ലോകത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, പ്രത്യേകാൽ ഈ വർഷം നമ്മുടെ ഈ പ്രാർത്ഥനകൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നൽവരങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രധാന വിഷയങ്ങൾ ഒന്ന്, ഈ കൊറോണ കാലത്ത് കോവിഡ് മൂലം വേദനിക്കുന്നവർ, മരിച്ചുപോയവർ, സൗഖ്യമാഗ്രഹിക്കുന്നവർ, അവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. രണ്ടാമത്, നമ്മുടെ പരിശുദ്ധ ഭാവാതിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ ആശ്വാസത്തിനും സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കും. കാരണം പരിശുദ്ധ റൂഹായ കർത്താവ് വർണ്ണിച്ചിരിക്കുന്നത് ആശ്വാസപ്രദൻ, കംഫർട്ടർ എന്നാണ്, ദ ഗ്രേറ്റ് കംഫർട്ടർ എന്നാണല്ലോ. മൂന്നാമത്, സഭ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ, അതായത് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അസോസിയേഷൻ കൂടാനുള്ള ക്രമീകരണങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കും. സഭയ്ക്ക് പുതിയൊരു അധ്യക്ഷനെ കണ്ടെത്താൻ, അതും ദൈവാത്മാവിൽ മാത്രം നടക്കണം, രാഷ്ട്രീയത്തിലല്ല. ദൈവാത്മാവിൽ അത് നിവർത്തിക്കപ്പെടുവാൻ വേണ്ടി ഈ പെന്തിക്കോസ്ത് നാളിൽ സഭ മുഴുവനും പ്രാർത്ഥിക്കണം. നമ്മൾ എവിടെയാണെങ്കിലും പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കേണ്ടത്, അദ്ദേഹമാണ് കണ്ടുപിടിക്കേണ്ടത്, അദ്ദേഹമാണ് ചൂസ് ചെയ്യേണ്ടയാൾ. അത് നമ്മൾ ഒരിക്കലും മറന്നുപോകാതെ ഇരിക്കുക. ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദോസ് ഓഫ് അവർ ഡിയർ പീപ്പിൾ ഹു ആർ ലിസണിങ് ഫ്രം എബ്രോഡ്, who are participating in service, for a few moments I'll switch over to English. Friends and brothers and sisters, this is a great festival for the Christian Church. Today we have the Pentecostal service divided into 3 parts. 3 services all in one. First in the name of the Holy Father, second in the name of the Holy Son, and the third in the name of the Holy Spirit. For each service, what are we doing? We are calling upon the Holy Spirit to descend on us, descend on the church. For the Holy Spirit is the invigorator, inspirer. He is the comforter. Especially this year, for the whole world, let us pray, Lord, heal the world. Let us pray for the healing of the whole world. This is a very important prayer today. This has to be a very important prayer today. Let us all come together as a church, as a single congregation. The Malankara Orthodox Church is a single body. Let us come together and pray for the healing of the world, healing of all those who are plagued by corona. Especially let us pray for the Holy Father, the Holy Catholicos, who is admitted to the hospital here in Parmala. Let the whole church come together to pray for the comfort of the Holy Father and freedom from illness. This is the duty of all his children, for the whole church to pray. As we pray to the Holy Spirit, worship the Holy Spirit and the Holy Trinity, let us pray for the world. I repeat that, the end time, for the healing of the world. Let us pray for the Holy Catholicos. Let us pray for the Malankara Church, especially as we are preparing, hoping and praying to conduct the parliament of the church, the Malankara Association, by the end of the year. May the work and direction of the Holy Spirit be visible in whatever happens in this church. Give room, space for the Holy Spirit to act. It is not for it to form some hurdle in the work of the Holy Spirit, but give enough space of the Holy Spirit to descend and to work in this church. Friends, today we have 3 services, just to follow after these words. At the end of every service, after reading the gospel, the celebrant will be calling out to the people, let us all kneel on the earth and pray. At the end of the prayer, he will again call out, let us all get up by the strength of God. Now this will happen 3 times. I have been wondering many times why. Why do we fall down at all? We fall down at the Pentecostal service primarily because we tell God, this is the great moment of the descent of the Holy Spirit. We mortals just cannot stand it, so we fall down. As the Holy Spirit comes at great power, great light, fire and the word, we cannot stand it, so we fall down. But the story does not end there. There is an incident
that is recorded in the story of the Desert Fathers. One superior of an ashram, a daira, he was working in the garden. There were some visitors. Mostly he will be silent. They came there and asked, Abba, what are you doing here? Not that what he is doing right now, but what are your activities here in this place? And he said, we fall down, but we rise. Again we may fall, again we rise. What is the message that is conveyed? We are mortals. We may make mistakes, but we correct ourselves by the help of the Holy Spirit. Again we may fall, but we rise. Today, on the day of Pentecost, let us recall that incident. We fall down. We get up by the strength and might of the Holy Spirit. Again we fall down and worship. Again we do. What is this for? This is for the whole world. This is for our families. This is for all people of all countries or climes. As we know, the world is bleeding today. Look at what is happening between Israel and Lebanon and many other places. That's why I say the world is bleeding. India is bleeding. Many people die because they don't have oxygen. We read months ago something happened in the United States. A black person, an African American, he was killed. The policeman just was sitting on him with the knees at his throat. And he said, I can't breathe. Now this cry is now coming out in India. Oh, I can't breathe, there is no oxygen. What we heard in the United States is replicated in India today in many places. Not necessarily in Kerala. Kerala is much better. I can't breathe. Let us listen to that. Holy Spirit is comforted. There are so many people who have no food. It is well and good that in Kerala, in this state and many other places, people have the community kitchen. Samuha Adukala, community kitchen. They prepare food. Podichor, they distribute to all kinds, including policemen. Now this is the lesson they'll read on the Pentecost day. Pentecost, on the day, the Holy Spirit teaches us, share your resources. Try to comfort people out there who are suffering. Let us learn that lesson as we fall down and worship and get up. But we do this not just for ourselves, but all the people, especially those who are suffering. Let us read the prayer of St. Gregorius of Parmala and St. Dionysius Wattascheril, St. Peter and St. Paul, and all other saints, that the Holy Spirit may descend on poor people like us everywhere and invigorate the church. Give this proper direction to the Malankara Orthodox Church, direction to its leaders, direction to all the priests, clergy, and everyone. May the Holy Spirit strengthen us. Immediately after this, we are starting the special service of the Pentecost. In the name of the Father, the Son, and the Holy Spirit. Amen.